നമസ്കാരം. ഈ വീഡിയോ ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഒരുപാട് പേരുടെ സ്റ്റോറിയാണ്, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരുപാട് പേരുടെ കഥകൾ. എനിക്ക് മാത്രം അറിയാവുന്ന കുറച്ച് കഥകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. രാത്രിയുടെ യാമങ്ങളിൽ ചാറ്റ് ചെയ്യാൻ പോയി പെട്ടിട്ടുള്ള ഒരുപാട് പേരുടെ കഥകളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിൽ ഞാൻ ഇപ്പം ജസ്റ്റ് ഒരു ആപ്പിൽ ഒരു പെണ്ണിൻ്റെ ഐ ഡി ലോഗിൻ ചെയ്തു, ഒരു ഫീമെയിലിൻ്റെ ഐ ഡി ലോഗിൻ ചെയ്തപ്പോൾ വെറും 3 മിനിറ്റുകൾ കൊണ്ട് വന്നിട്ടുള്ള മെസ്സേജുകളുടെ ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം, വന്നുകൊണ്ടിരിക്കുന്ന ചാറ്റുകളുടെ എണ്ണം ഞാൻ വെക്കാം. ഇത്രയും ദാരിദ്ര്യമാണോ നമ്മുടെ മലയാളികൾക്ക് എന്നുള്ളത് തോന്നിപ്പോവും. നിങ്ങൾ ആ ചാറ്റ് ഇവിടെ സൈഡിൽ വെക്കുമ്പോൾ അത് കാണുക, അതിൽ ആളുടെ ഫോട്ടോയോ കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇതാണ് അവസ്ഥ. ഈ രാത്രി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള പല പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്ന പരസ്യങ്ങളുണ്ട്. യാത്രയുടെ യാമങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്കാണോ, അതൊക്കെ ഭയങ്കര ഫീലൊക്കെ ഇട്ടുകൊണ്ട് ഫീമെയിൽ വോയിസിൽ AI വോയിസിലൊക്കെയാണ് ചെയ്യുന്നത്. അതിൽ കുറേ ലേഡീസിൻ്റെ ഫോട്ടോ കാണിക്കും, വീഡിയോ കാണിക്കും. AI വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണല്ല. യാത്രയുടെ യാമങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്കാണോ, ആണെങ്കിൽ ഈ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കുമായി സംസാരിക്കാനായിട്ട് തിരുവനന്തപുരത്ത് ഇത്ര പേരുണ്ട്, കൊച്ചിയിൽ ഇത്ര പേര് കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞങ്ങ് എടുക്കുമ്പോഴത്തേനും 1 മിനിറ്റ് കോൾ ചെയ്യണമെങ്കിൽ ഇത്ര എമൗണ്ട് ഉണ്ടാവും. ഇതിൽ 1% ഈ ഇരിക്കുന്ന ഫീമെയിൽ ആയിട്ടുള്ള അപ്പുറത്തിരിക്കുന്നവർക്ക് വരുമാനമായിട്ട് കൊടുക്കും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫീമെയിലാണ് ഈ ആപ്പിൽ കയറുന്നുണ്ടെങ്കിൽ അവർക്ക് വരുമാനം ഉണ്ടാക്കാം. ഒരു മെയിലാണ് ഇതിനകത്ത് കയറുന്നുണ്ടെങ്കിൽ അയാൾക്ക് പൈസ കളയാം. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക, പ്ലാറ്റ്ഫോമിൻ്റെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഫീമെയിൽസിനെ ഇതിനകത്തോട്ട് കയറ്റുന്നു, നിങ്ങൾക്ക് പണം ഉണ്ടാക്കാമെന്ന് പറയുന്നു, പരസ്യം കൊടുക്കുന്നു. ഫീമെയിൽ ആയിട്ടുള്ള ആളുകൾക്ക് വരുന്ന പരസ്യങ്ങളാണ്. മെയിൽ ആയിട്ടുള്ള ആളുകൾക്ക് വരുന്ന പരസ്യം എന്ന് പറയുന്നത് ഇതുപോലെ രാത്രിയിലെ യാമങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ ചാറ്റ് ചെയ്യാതിരിക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനെ പോയി പെടും. ഇനി ഒരു വ്യക്തിയുടെ സ്റ്റോറി ഞാൻ പറയാം. ഇതുപോലുള്ള ഒരു ഡേറ്റിംഗ് ആപ്പിൽ പോയിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു, ചാറ്റ് ചെയ്തു. വിദേശത്തുള്ളൊരു വനിതയായിട്ട് നല്ല രീതിയിൽ ചാറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായി എന്നാണ് ഈ വ്യക്തി അവകാശപ്പെടുന്നത്. ഇതെനിക്ക് വന്നിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ആളുടെ പേരും ഡീറ്റെയിൽസ് ഒന്നും വെളിപ്പെടുത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഈ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടായി, അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു പ്രണയം ഉണ്ടായി, അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി. അവസാനം അവർക്ക് എന്നെ കാണാൻ വരണമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു കൊടുത്തു. അതോടുകൂടി ആ വ്യക്തി പോയി. അപ്പോൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, US UK എവിടെയുള്ള ലേഡിയാണ്. ആ ലേഡിയായിട്ട് വീഡിയോ കോൾ വരെ ചെയ്തിട്ടുണ്ട്, ചാറ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, വീഡിയോ കോൾ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ലേഡി എന്ത് ചെയ്തു, ഇങ്ങനെ ഞാൻ അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് ചോദിച്ചുകൊണ്ട് അത് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. അതോടുകൂടി ആള് പോയി. അപ്പോൾ അങ്ങനെ പൈസ നഷ്ടപ്പെട്ടു പോയി. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത്, വീഡിയോ കോൾ 500, മെസ്സേജിങ് ആണെങ്കിൽ 400, അതല്ല 10 മിനിറ്റ് കോൾ ആണെന്നുണ്ടെങ്കിൽ, ഓഡിയോ കോൾ ആണെന്നുണ്ടെങ്കിൽ 600. ഇങ്ങനെയൊക്കെ ഒരുപാട് സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ടീമുണ്ട് ഇതിനകത്ത്. സംഭവം കോമഡിയാണ്. ഇതിനകത്ത് പോയി പെടുന്ന ഒരുപാട് പേരുമുണ്ട്. പൈസ പോയാൽ എന്ത് ചെയ്യില്ല, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഡേറ്റിംഗ് ആപ്പ് എടുത്തു, അതിലവർ പൈസ വെച്ചപ്പോൾ ഞാൻ കൊടുത്തു എന്ന് പറയില്ല. ആരും പുറത്തു വന്ന് പറയില്ല ഈ കാര്യങ്ങളൊന്നും. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കുറേ പേര് പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പുകൾ നിങ്ങൾ പോയി പെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനം പോകുമെന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വീഡിയോ കോളിൽ വരണമെന്ന് പറയുന്നു, വീഡിയോ കോളിൽ വരുന്നു. ഈ വ്യക്തിയുടെ തന്നെ ഫേസ്ബുക്കിലെ പ്രൊഫൈല് ഈ അപ്പുറത്തിരിക്കുന്ന സ്ത്രീ എടുത്തു വയ്ക്കുന്നു. ഈ വീഡിയോ കോൾ കഴിഞ്ഞ ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നു, ആഡ് ചെയ്യുന്നു, ഫ്രണ്ട്സിനെ മൊത്തം ടാഗ് ചെയ്യുന്നു, ആ വീഡിയോ കോളിൽ സ്ക്രീൻഷോട്ട് വെക്കുന്നു. ഞാനിപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യും, നിങ്ങൾ ജോയിൻ ആയിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് ഇതിടും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു, പൈസ കിട്ടുന്നു. ലക്ഷങ്ങൾ പോയ ആൾക്കാരുണ്ട്. അത് ചില്ലറയൊന്നും അല്ല കേട്ടോ, 1 ലക്ഷം 2 ലക്ഷം ഒന്നും അല്ല, 10-15 ലക്ഷം പോയിട്ട് ഈ മാനത്തിൽ നിന്ന് എങ്ങനെയും ഊരിപ്പോരാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇൻ കേസ് അങ്ങനെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫേസ്ബുക്ക് അക്കൗണ്ട് അങ്ങ് ഡീആക്ടിവേറ്റ് ചെയ്താൽ മതി. വേറെ ഒന്നും ഞാൻ ചെയ്യാനില്ല. പൈസ ഒന്നും കൊടുക്കാതിരിക്കുക ഇത്തരത്തിലുള്ള ഫ്രോഡുകൾക്കൊന്നും. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രോഡുകളാണ് ഇത്തരത്തിലുള്ള ആപ്പുകളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ വരുന്ന പരസ്യങ്ങൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര മിനിറ്റിൽ സംസാരിക്കണമെങ്കിൽ ഇത്ര എമൗണ്ട് വേണമെന്ന് പറയും. ആ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലൊക്കെ സംസാരിക്കാനായിട്ട് കിട്ടും. പക്ഷേ അതിൽ നോർമൽ ഇപ്പോൾ ഈ സൈഡിൽ വെച്ചിട്ടുള്ള ഈ ചാറ്റിൽ കാണുന്ന പോലെയുള്ള എന്താ പറയുക, മോശമായിട്ടുള്ള ചാറ്റുകൾ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ഇത്തരത്തിൽ പൈസ കൊടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾ എന്ത് ചെയ്യും, ഇവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു, പൈസ മേടിക്കുന്നു, സമ്പാദിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഫ്രോഡ് പരിപാടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ആരും വീഡിയോ ഒന്നും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പരസ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചയ്ക്ക് തന്നെ പറയുന്നുണ്ട്, ഇത്തരത്തിൽ സംസാരിക്കണം താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്തുകൊള്ളുക ഈ ആപ്പിനകത്ത് എന്ന് പറഞ്ഞുകൊണ്ട്. 1-2 ആപ്പുകളൊന്നുമല്ല, പല ആപ്പുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ വന്നാലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആപ്പുകളുടെ ലിങ്കുകൾ വന്നാലോ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കയറിയിട്ട് നിങ്ങളുടെ ലൈഫ് തകർക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്, പറയുന്ന കാര്യം. എന്തിനേറെ പറയുന്നത്, നമ്മുടെ മാട്രിമോണി സൈറ്റിൽ പോലും ഫ്രോഡുകളുണ്ട്.
കംബോഡിയ ബേസ് ചെയ്തിട്ടുള്ള ഫ്രോഡുകൾ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്തിട്ട് ഫീമെയിൽസിൻ്റെ ഇടയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആണുങ്ങളെ പറ്റിച്ചുകൊണ്ട് പൈസ തട്ടി പോകുന്ന ഒരുപാട് ഫ്രോഡുകളുണ്ട്. ട്രേഡിങ്ങിൽ ജോയിൻ ചെയ്യിപ്പിക്കാം, അങ്ങനെ ചെയ്യിക്കാം, ഇത്ര ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ അത് ഇരട്ടിയായിട്ട് അടുത്ത മാസം തിരിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ പോയിട്ടുള്ള ആൾക്കാർ, ഈ കേസുകളൊക്കെ നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഒന്നും നമുക്ക് സൊല്യൂഷനായിട്ട് പറഞ്ഞു കൊടുക്കാനില്ല ഇതിനകത്തൊന്നും. പൈസ പോയത് പോയി, ഇനി കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കംപ്ലൈൻറ്റ് ചെയ്യാനാണെങ്കിൽ ഇവർക്ക് താല്പര്യമില്ല. കാരണം ഇവരുടെ ഐഡന്റിറ്റി പുറത്താകും. ഇവരുടെ ഈ പ്രവർത്തികളൊക്കെ പുറത്തായി കഴിഞ്ഞാൽ അവർക്കൊരു നാണക്കേടാണെന്നുള്ള രീതിയിൽ അവർ കംപ്ലൈൻറ്റ് ചെയ്യില്ല. അപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈബർ സെല്ലിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റാസ് എല്ലാം കൊടുക്കണമല്ലോ. അപ്പോൾ അത് ലീക്കാവുമെന്ന് പേടിച്ചിട്ട് ഇവർ കംപ്ലൈൻറ്റ് ചെയ്യില്ല. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഇത്തരത്തിൽ ഇങ്ങനെയുള്ള AI ജനറേറ്റർ ആയിട്ടുള്ള വീഡിയോയും ഓഡിയോയും സന്ദേശങ്ങളും എല്ലാം കേട്ടുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ആപ്പുകളിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മാനം പോകുന്നു മാത്രമല്ല, നിങ്ങളുടെ പൈസ നഷ്ടപ്പെടും, നിങ്ങൾ ഉദ്ദേശിക്കുന്നൊന്നും സാധിക്കുകയില്ല. വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുക. അത് വന്ന് കഴിഞ്ഞ് പെടാതിരിക്കാൻ വേണ്ടിയാണ് മുന്നേ ഇത്തരത്തിലുള്ള ഒരു അവയർനെസ് പോലെ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ വന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക, നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക, സേഫ് ആയിട്ടിരിക്കുക, സെക്യൂർ ആയിട്ടിരിക്കുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.